ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് യെശയ്യാ പ്രവചനം 44 അധ്യായം 26 മുതൽ 28 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. For today's attention, let us turn our attention to Isaiah chapter 44, verses 26 to 28. Who carries out the words of his servants and fulfills the predictions of his messengers, who says of Jerusalem, it shall be inhabited, of the towns of Judah, they shall be rebuilt, and of their ruins I will restore them, who says to the watery deep, be dry, and I will dry up your streams, who says of Cyrus, he is my shepherd, and will accomplish all that I please. He will say of Jerusalem, let it be rebuilt, and of the temple, let its foundations be laid. ദയവായിട്ട് മലയാളത്തിൽ കൂടി ആരെങ്കിലും വായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഈ ജീവിതയാത്രയിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെയും ആത്മീകമായി ദൈവകൃപയിൽ വളർത്തപ്പെടുന്നവരാണ്. In our life, we know our children are raised in a spiritual manner. ഈ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഒരു ദിവസം നമ്മളോട് ചോദിക്കും, യഥാർത്ഥത്തിൽ ഒരു ദൈവമുണ്ടോ? These kids might ask us one day, is there a real God? ആ കുഞ്ഞുങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം അവർ സ്കൂളുകളിലും കോളേജുകളിലും പഠിപ്പിക്കുന്നതിനോടുള്ള ബന്ധത്തിലാണ്, അവരുടെ മനസ്സിൽ കടന്നുകൂടിയ ചില ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത്, യഥാർത്ഥത്തിൽ ഒരു ദൈവമുണ്ടോ? We cannot blame children on asking such questions, because those questions are coming from their day-to-day life, where from the schools, their discussions or something, and they can ask, in reality, is there even a God? ദൈവകൃപയിൽ ഉറച്ചു നിൽക്കുന്ന വിശ്വാസികൾ പോലും ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വാസ്തവത്തിൽ ഒരു ദൈവമുണ്ടോ? I have heard many believers even ask, in reality, is there a God? ദൈവം ഉണ്ടായിരുന്നെങ്കിൽ വാസ്തവത്തിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു. If there was a God, if there is a God, would this happen in our life? ഹിന്ദു മതത്തിന് വേദങ്ങളും ഉപനിഷത്തുകളുമുണ്ട്. In Hindu religion there are Veds and Upanishads. ഇസ്ലാം മതത്തിന് ഖുർആനുണ്ട്. For Islam religion they have Quran. സിഖ് മതത്തിന് ഗ്രന്ഥ സാഹിബുണ്ട്. For Sikhism they have Granth Sahib. അതുപോലെ ഒരു പുസ്തകമല്ലേ വേദപുസ്തകം? Is in the same way that we have a Bible. ഏതെങ്കിലും ഒരു സമയത്ത് അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ മെസ്സേജ് വളരെ ശ്രദ്ധയോടെ, യാതൊരു അശ്രദ്ധയും കൂടാതെ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. If that question passed by your mind, then this message is for you. Please pay attention to it. ഇത്രയും വാക്യങ്ങൾക്ക് അതിന്റെ പശ്ചാത്തലം വളരെ ചുരുക്കി എളുപ്പമായിട്ടൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. I just want to quickly summarize that verses for you. BC 605 മുതൽ BC 586 വരെയുള്ളതായ 19 വർഷങ്ങൾക്കിടയിൽ നെബൂഖദ്നേസർ 3 പ്രാവശ്യം യഹൂദ്യനാട് ആക്രമിച്ചു. From BC 605 till for 19 years, King Nebuchadnezzar started attacking some people. ഈ 19 വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഓഫ് റെസിപ്റ്റ്സ് ആൻഡ് എക്സ്പെൻസ്. അപ്പോൾ ഈ വരവ് ചെലവ് കണക്കുകൾ ആകെപ്പാടെ ദൈവജനം നോക്കിയപ്പോൾ അവർക്ക് നേട്ടങ്ങളൊന്നുമില്ല, നേടിയതൊക്കെ വെറും നഷ്ടങ്ങളും കോട്ടങ്ങളും മാത്രമാണ്. So when the people look back on those 19 years that they went through, so they realized that they did not have any profit on those 19 years. എന്തൊക്കെയാണ് നഷ്ടങ്ങൾ? യഹൂദ നാടിന് ദാനിയേലിനെ പോലെ, ശദ്രക്കിനെ പോലെ, മേശക്കിനെ പോലെ, അബേദ്നെഗോവിനെ പോലെയുള്ള അനുഗ്രഹീതരായ യുവാക്കളുടെ ഒരു തലമുറ തന്നെ അവർക്ക് നഷ്ടപ്പെടുവാൻ തക്കവണ്ണമിടയായി. What did they lose? They lose people like Daniel, Shadrach, Meshach, Abednego. They lost such good people. കഴിവും ആരോഗ്യവും ദൈവകൃപയും ഉള്ളതായ സകല മനുഷ്യരെയും നെബൂഖദ്നേസർ രാജാവ് അടിമകളായി ബാബേലിലേക്ക് കൊണ്ടുപോയി. The king Nebuchadnezzar took into exile such good people with good ability and good grace of God. ഒന്നിനും കഴിവില്ലാത്ത, ആരോഗ്യമില്ലാത്ത, ബലഹീനരായ കുറെ പാവങ്ങൾ മാത്രം ദൈവത്തിന്റെ നാട്ടിൽ, യഹൂദ്യ നാട്ടിൽ അവശേഷിച്ചു. So only those people who were left in the land of Judah, those were not of any help.
യെരുശലേം നഗരത്തിലുള്ള ആ ദേവാലയത്തിലെയും രാജകൊട്ടാരത്തിലെയും സകല വിലപ്പെട്ട സകലതും നെബൂഖദ്നേസർ കൊള്ളയടിച്ചു. In the city of Jerusalem and from the palaces, everything was being taken away by King Nebuchadnezzar. BC 586 നെബൂഖദ്നേസർ രാജാവിന്റെ മൂന്നാമത്തെ ആക്രമണത്തിൽ യെരുശലേം നഗരം അല്ലെ യഹൂദ്യയിലെ നഗരങ്ങളെല്ലാം നശിപ്പിക്കപ്പെടുന്നു. മാത്രമല്ല യെരുശലേം ഇസ്രായേലിന്റെ അഭിമാനമായിരുന്ന യെരുശലേം ദേവാലയം കൽക്കുന്നുകളായി മാറുവാൻ തക്കണമിടയായി. In BC 583, when King Nebuchadnezzar attacked the city of Jerusalem the third time, he destroyed the city completely. ഈ ശോചനീയമായ അവസ്ഥയിലാണ് പ്രവാചകനായ യെശയ്യാവിലൂടെ ദൈവത്തിന്റെ ആത്മാവ് പ്രവചനങ്ങൾ നടത്തുന്നത്. It was during the time of that despair or the sad time when the prophet Jeremiah came to them. ഈ മൂന്ന് വാക്യങ്ങളിൽ 7 impossibles നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. In these 3 verses we see about 7 impossible things. ഒന്ന്, യെരുശലേമിൽ നിവാസികൾ ഉണ്ടാകും. The first thing is the Jerusalem shall be inhabited. ഒരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല. കാരണം യഹൂദ നഗരങ്ങളെല്ലാം അതുപോലെ തന്നെ ദേവാലയമെല്ലാം കൽക്കുന്നുകളായി മാറിയതായ ഒരു അവസ്ഥയാണ്. It was never going to happen because Nebuchadnezzar had destroyed the city completely. ഈ കൽക്കുന്നുകളെ കൊണ്ട് നിറഞ്ഞതായ ഒരു നഗരം രണ്ടാമത് യഹൂദ നഗരങ്ങൾ പണിയപ്പെടും. അതും ഇമ്പോസിബിൾ ആണ്. കാരണം അങ്ങനെ നശിപ്പിക്കപ്പെട്ട ഒരു സ്ഥാനം വീണ്ടും പണിയുന്നത് ലാഭമല്ല, നഷ്ടമാണെന്ന് ആർക്കും മനസ്സിലാക്കാം. The same thing was said about the cities of Judah, that it will be rebuilt, because that seems impossible because that was also destroyed completely. യഹോവയായ ദൈവം പറയുന്ന അവയുടെ ഇടിവുകളെ ഞാൻ നന്നാക്കുമെന്ന് കൽപ്പിക്കുന്നു. പക്ഷെങ്കിൽ മനുഷ്യബുദ്ധിയിൽ അത് ഇമ്പോസിബിൾ ആണ്. It also said that I will build the ruins which was completely destroyed. Then it is said that it will be rebuilt, but it is impossible for man to think that it will be rebuilt. ഞാൻ ആഴിയോട് ഉണങ്ങിപ്പോക, നിന്റെ നദികളെ ഞാൻ വറ്റിച്ചു കളയും. ലോകപ്രകാരം ബുദ്ധിയിൽ ചിന്തിച്ചാൽ അത് ഒരിക്കലും സംഭവിക്കുകയില്ല. To say that the watery deep that be dry, I will dry up the streams, that is impossible for a man to think. കോരേശ് എന്റെ ഇടയൻ, അതായത് സൈറസ് ദ ഗ്രേറ്റ് എന്റെ ഇടയൻ യഹോവ പറയുമ്പോൾ യാഹാം ദൈവത്തിന് അങ്ങനെ പറയുവാൻ ഈ വ്യക്തിയെക്കുറിച്ച് അവകാശമില്ല. കാരണം ഈ സൈറസ് എന്ന് പറയുന്നതായ വ്യക്തി ഒരു സ്വരാഷ്ട്രീയൻ മതത്തിൽ ഉൾപ്പെടുന്നതായ വ്യക്തിയായിരുന്നു. To say that the Cyrus, he is my shepherd, I will accomplish through him, it was also impossible because he did not know God. അന്യാരാധനക്കാരനായ ഒരു വ്യക്തി. He was a person who used to worship other gods. ഇവിടെ വീണ്ടും പറയുന്നു, അവൻ എൻ്റെ ഹിതമൊക്കെയും പറയും. ആരാധനക്കാരനായ ഒരു വ്യക്തി എന്തുകൊണ്ട് യാഹാം ദൈവത്തെ അനുസരിക്കണം? So it is said he will accomplish what I please. Why a person who does not God has to do what God is telling him? ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് പലരും ചിന്തിച്ചേക്കാം. പക്ഷെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, യെരമ്യാവ് 32-ാം അധ്യായം 26-27 വാക്യങ്ങൾ, അപ്പോൾ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാവിന് ഉണ്ടായതെന്തെന്നാൽ, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? In Jeremiah chapter 32 verses 26 and 27 it says, is there anything impossible for God to do? ഇന്നത്തെ സന്ദേശത്തിലൂടെ 2 വസ്തുതകൾ ഞാൻ അരക്കിട്ട് ഉറപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. Today I want to tell you about 2 important things. One is our God can do anything. തിരുവചനത്തിൽ രേഖപ്പെടുത്തിയ സകല പ്രവചനങ്ങളും നിവർത്തിയാകുവാനുള്ളതാണ്. The second thing is whatever is written in this word of God, it is to be fulfilled. വിശുദ്ധ ബൈബിളിന്റെ 27% പ്രവചനങ്ങളാണ്. The 27% of the Holy Bible is about prophecies. 8300 വാക്യങ്ങളിലൂടെ 1817 പ്രവചനങ്ങളാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. For about 8,000 to 10,000 there are many times it is written about prophecies. ഇത് നടക്കുന്ന കാര്യമാണോ എന്ന് പലരും ചോദിച്ചേക്കാം. Many people might ask, are these prophecies going to be fulfilled? Matthew 24 verse 35, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. Matthew chapter 24 verses 35 says, heaven and earth will pass away, but my words will never pass away. കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ ആദ്യത്തെ ഭാഗം ഞാൻ സംസാരിച്ചതാണ്. അത് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ മെമ്മറി ഒന്ന് പുതുക്കുവാൻ തക്കവണ്ണം ചില കാര്യങ്ങൾ
പരാമർശിക്കുന്നതിൽ ക്ഷമിക്കുക. I want to talk about something again that I spoke about in my last sermon. പേർഷ്യയിലെ ഒരു നാട്ടുരാജ്യമായിരുന്നു അൻഷാൻ. There was a city named Anshan which was in Persia. BC 559 സൈറസ് എന്നതായ വ്യക്തി അൻഷാന്റെ ഭരണം ഏറ്റെടുത്തു. In BC 559, Cyrus took over the place named Anshan. ബാബിലോൺ സാമ്രാജ്യത്തിന്റെ സ്ഥിരാകേന്ദ്രമായിരുന്ന ബാബിലോൺ പട്ടണത്തിന്റെ ബലവത്തായ കോട്ടകൾക്കുള്ളിലേക്ക് സൈറസും അവന്റെ സൈന്യവും ഇരച്ചു കയറിയത് BC 539 ഒക്ടോബർ 12 It was in BC 530 when Cyrus with his people went into the city of Babylon. ഞാനിത് ഈ ഡേറ്റ് ഒക്കെ പറയുന്നതിന്റെ കാരണം ബൈബിളിൽ ഉള്ളതൊക്കെ ചരിത്ര സംഭവങ്ങളാണെന്ന് തെളിയിക്കുവാനാണ്. Why am I saying the dates to show you that it is the history is mentioned in the Bible. അൻഷാൻ രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുത്തതായ സമയം മുതൽ ബാബിലോൺ കീഴടക്കുവാൻ തക്കവണ്ണം സൈറസും സൈന്യവും ഇരച്ചുകയറിയതായ BC 539 വരെയുള്ള 20 വർഷങ്ങൾ പരിശോധിച്ചാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. If you look at the 20 years when Cyrus and his people took over the place of Anshan, we can see one thing. ഒരു ചെറിയ നാട്ടുരാജ്യത്തിന്റെ രാജാവായ സൈറസ് ദ ഗ്രേറ്റ് ആയി മാറിയതിന് പിൻപിൽ പ്രവർത്തിച്ചത് അത്യുന്നതനായ ദൈവത്തിന്റെ അദൃശ്യമായ കരങ്ങളാണ്. It was the God who led him for his name to become the Cyrus the Great. എന്നാൽ ആ വസ്തുത ഈ സൈറസിന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. But Cyrus did not realize that part. യാഹാം ദൈവം സൈറസിനെ അത്രത്തോളം വളർത്തിയത് ആർക്കും കീഴടക്കുവാൻ കഴിയാതിരുന്ന ലോകത്തിലെ ഏറ്റവും വൻ ശക്തിയായിരുന്ന ബാബിലോൺ സാമ്രാജ്യത്തെ കീഴടക്കുവാനാണ്. The Lord God brought Cyrus to Lord God chose Cyrus so that he can come and can conquer the city of Babylon. എന്തിനു വേണ്ടിയാണ് സൈറസിനെ ദൈവം വാനോളം വളർത്തുവാനിടയായത്? Why did God brought up Cyrus this far? Jeremiah chapter 30 verse 3 നമ്മൾ വായിക്കുന്നു, ഞാൻ ഇസ്രായേലും യഹൂദയുമായുള്ള എൻ്റെ ജനത്തിന്റെ പ്രവാസം മാറ്റുവാനുള്ള കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്, ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് അവരെ മടക്കി വരുത്തും, അവർ അതിനെ കൈവശമാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. We see the reason in Jeremiah chapter 30 verses 3, for behold the days are coming, says the Lord, that I will bring back from captivity my people Israel and Judah, says the Lord, and I will cause them to return to the land that I gave to their fathers, and they shall possess it. Jeremiah chapter 29 verse 10 വാക്യം വായിക്കുന്നില്ല, വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, ബാബിലോണിലെ 70 സംവത്സരത്തിന്റെ അടിമത്തകാലം കഴിയുമ്പോൾ എൻ്റെ ജനത്തെ ഞാൻ അവരുടെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് മടക്കി വരുത്തും. It said in Jeremiah chapter 29 as well that I will bring back the people of Babylon from their exile. ആ ദൈവത്തെ യാഹാം ദൈവത്തെ സൈറസ് അറിഞ്ഞില്ല എങ്കിലും, തന്നെ വളർത്തി വലുതാക്കിയ ആ യാഹാം ദൈവത്തെ സൈറസ് അറിഞ്ഞില്ല എങ്കിലും, എത്തേണ്ട സ്ഥാനത്ത് എത്തേണ്ട സമയത്ത് സ്വർഗത്തിലെ ദൈവം അവനെ കൊണ്ടെത്തിക്കുവാൻ തക്കവണ്ണമിടയായി. Even though Cyrus did not realize the God who was behind him, helping him do all these things, but God helped him to reach the right place at the right time. കണ്ണെത്താത്ത ഉയരത്തിൽ നിൽക്കുന്നതായ വൻ കോട്ടകൾക്കുള്ളിൽ ബാബിലോൺ നഗരം അവിടെ നിൽക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. We can see the Babylon, a big built Babylon from afar. അതിന് അവിടേക്ക് ഈ ശക്തമായ സൈന്യം സൈറസിനോട് കൂടെ അതിന് മുൻപിൽ വന്ന് അന്താളിച്ചു നിൽക്കുകയാണ്. We see a stronger army standing in front of Cyrus. കാരണം ആ കാലഘട്ടത്തിൽ ഒരു ശക്തിക്കും ബാബിലോണിനെ കീഴടക്കുവാനെന്നല്ല ഒരു പോറൽ പോലും ഏൽപ്പിക്കുവാനുള്ള കഴിവുണ്ടായിരുന്നില്ല. Because at that time there was no power that can overcome or that can rebel against Babylon. കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചപ്പോൾ ഈ ബാബിലോണിനെ കുറിച്ച് ഒരു ഏകദേശ ഐഡിയ തന്നു. അതൊന്ന് ജസ്റ്റ് റിമൈൻഡ് ചെയ്തെങ്കിൽ മാത്രമേ ഇന്നത്തെ സന്ദേശം വ്യക്തമായി മനസ്സിലാകുകയുള്ളൂ. നമുക്കൊരു അടുത്ത സ്ലൈഡ് ഒന്ന് കാണാം. I also said about the Babylon last time. I just want to show you that picture again about the Babylon that we discussed last time. ഓക്കെ, അത് വർക്ക് ചെയ്യുന്നില്ലെന്ന് മനസ്സിലാക്കുവാൻ കൊണ്ട് ഇടയായിട്ട് തീർന്നു. അപ്പോൾ ഈ ബാബിലോണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 4 സ്ക്വയർ മൈൽസ് ആണ് ഇതിൻ്റെ ആകെയുള്ളതായി വിസ്തീർണം.
The Babylon is about 4 square miles. It is spread in 4 square miles. ഈ നഗരത്തെ മഹാനഗരത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ട് യൂഫ്രട്ടീസ് നദി കുതിച്ചു പാഞ്ഞൊഴുകുന്നു. We saw there's a Euphrates river in front of it. ഈ ഈ നഗരത്തിന് ചുറ്റും ഒരു വൻമതിലുണ്ട്. അതിൻ്റെ ഉയരം 80 അടി ഉയരവും അതുപോലെ തന്നെ 25 അടി വീതിയും. There is a wall that is built around the city of Babylon, which is 80 feet tall and 20 feet wide. അതിനുള്ളിൽ അതിന് ചുറ്റുമായി 260 അടി വീതിയുള്ളതായ ഒരു കിടങ്ങ് അഥവാ മോട്ട്. And around that wall there is another 260 feet large moat. അതുപോലെ തന്നെ ആ വലിയ വൻമതിലിന് താങ്ങായിട്ട് ഒരു പ്രതിരോധ മൺതിട്ട. And there is a sand wall which is surrounding the walls. അതിനുശേഷം നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്ന ആന്തരികമായ രണ്ട് മതിലുകൾ. And there is another 2 interior walls. 21 അടി വീതിയുള്ളതായ ഒരു ഇന്നർ വാൾ. There is an inner wall which is about 21 feet. അതിന്റെ ഉള്ളിൽ 12 അടി വീതിയുള്ളതായ മറ്റൊരു മതിൽ. There is another wall which is 12 feet wide. സൈറസും അവന്റെ മഹാസൈന്യവും ഈ വലിയ കോട്ട കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന അവസ്ഥ. Looking at all these things, Cyrus and his people are astonished to thinking what we need to do. അന്നുവരെ ഒരു ലോകത്തിലെ രാജാവിനും തോന്നിയിട്ടില്ലാത്ത ഒരപൂർവമായ ഒരു ബുദ്ധി യഹോവയായ ദൈവം സൈറസിന് കൊടുക്കുകയുണ്ടായി. Until then that no man ever thought about it, the Lord God gave a thought inside Cyrus. പുരാതന സംസ്കാരങ്ങളുടെ മഹത്വമായ ബാബിലോൺ എങ്ങനെയാ നഗരം പിടിച്ചടക്കുവാൻ തക്കോണം സൈറസിന് കഴിഞ്ഞു. How did the Cyrus overcame the city which nobody could ever do in the history? 118 സങ്കീർത്തനം 21 വാക്യം ഇത് യഹോവയാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. In Psalms 118 we read it happened by God and it is astonishing in eyes of the man. എന്നേക്കാൾ അതിനേക്കാളും അത്ഭുതകരമായ മറ്റൊരു വിഷയമുണ്ട്. There's another marvelous thing that happened. ബാബിലോണിന് ഉള്ളിൽ നുഴഞ്ഞു കയറുവാൻ ദൈവം നിയോഗിച്ച വ്യക്തിക്ക് അവന്റെ മാതാപിതാക്കൾ പേരിടുന്നതിന് 150 വർഷം മുൻപ് യാഹാം ദൈവം അവനെ പേര് ചൊല്ലി വിളിച്ചു സൈറസ് അഥവാ കോരേശ്. More than what other marvelous thing was that the Lord God helped his parents, the parents of the Cyrus, to give him the name 150 years ago. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വായിക്കാം. നമ്മളിവിടെ കാണുന്നത് ഈ നഗരം, ഇവിടെ കാണുന്നതാ ഈ നഗരം. ഓക്കെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞാൻ ഇനി അതിനെക്കുറിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. സോ ലെറ്റ് us proceed. നമുക്കിവിടെ കാണുവാൻ കൂടെ കഴിയുന്നത് ഈ സൈറസ് ജനിക്കുന്നതിന് 150 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് സൈറസ് ആ ബാബിലോണിനെ കീഴടക്കുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് യെശയ്യാ പ്രവചനം 44-45 നമുക്ക് വായിക്കാൻ തക്കോണം കഴിയുന്നുണ്ട്. We read in Isaiah chapter 44, whatever the Cyrus needs to do, it was already mentioned about it 150 years ago. ഇവിടെ നമുക്ക് കാണുന്നതായ ആ രണ്ട് നഗരങ്ങളാണ്, അതിന്റെ മധ്യയാണ് യൂഫ്രട്ടീസ് ഒഴുകുന്നത്. We see there are 2 cities and between them there is a Euphrates river that is flowing. അപ്പോൾ അതിന്റെ ഇടയ്ക്ക് ഒരു ബ്രിഡ്ജ് നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. There is a bridge that is constructed in between that river. ഈ രണ്ട് നഗരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് പോകുവാൻ തക്കോണം കഴിയും. That allows the people of 2 cities to pass through. അപ്പോൾ ഈ നദിക്ക് ആരെങ്കിലും ചിന്തിക്കും ഈ നദിയിൽ കൂടെ നീന്തി വന്ന് ഇവിടെ കയറാമെന്ന്. പക്ഷെങ്കിൽ അതിനിടയിൽ ചില റിവർ ഗേറ്റ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. Some people might think to conquer the cities we can swim through it, but there are some gates that is protecting them. ആ ഗേറ്റുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ചെമ്പും ടിന്നും ചേർത്ത മിശ്രിത ലോഹം കൊണ്ടുണ്ടാക്കിയ താമ്രം അഥവാ ബ്രോൺസ് കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. That gates are constructed with the mix of bronze and tin. ആ വെള്ളത്തിൽ ആ ഗേറ്റ് ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത് ഇരുമ്പ് ഓടാമ്പലുകൾ കൊണ്ടാണ്. And that gate is given a protection through steel, iron. അതുകൊണ്ട് ഒരു വ്യക്തി കടന്നു വന്നാൽ ഈ താമ്രം മനുഷ്യന് തകർക്കുവാൻ കഴിയുന്നതല്ല. So it is all saying that nobody can destroy those gates. അപ്പോൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് റിവർ ഗേറ്റുകളുണ്ട്. And there are also river gates in between. അത് മാത്രമല്ല ഇവിടെ നാം കാണുന്നതായ വൻമതിൽ
ആ വൻമതിലിൽ ഇടയ്ക്കിടയ്ക്ക് താമ്രവാതിലുകളുണ്ട്. And the big wall that we see, that wall as well has big bronze gates. മനുഷ്യന്റെ ഒരു ശക്തിക്കും ഒരു വിധത്തിലും ആ വൻമതിലിനുള്ളിൽ കടന്നു കയറുവാൻ കഴിയാത്ത സംവിധാനമായിരുന്നു ബാബിലോൺ ഉണ്ടായിരുന്നത്. There was no way that anybody could conquer that big great walls or city of the building of Babylon, city of Babylon. അപ്പോൾ നാം എന്നാൽ ഇനിയും അതിലൂടെ നീന്തി വരുന്ന പരിപാടി നടക്കുന്ന കാര്യമല്ല. So we know that nobody can swim through to conquer the Babylon. ആ സമയത്താണ് അന്ന് വരെ ലോകത്തിലെ ഏതെങ്കിലും ഒരു രാജാവോ സൈന്യാധിപനോ ചിന്തിക്കാത്ത ഒരു ചിന്ത സർവശക്തനായ ദൈവം സൈറസിന് കൊടുക്കുവാനിടയായത്. It was during that period that when nobody could ever think about it, the Lord God enabled Cyrus to think of it. Isaiah chapter 44 verse 27 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ ആഴിയോട് ഉടങ്ങിപ്പോകാം, നിന്റെ നദികളെ ഞാൻ വറ്റിച്ചു കളയുമെന്ന് കൽപ്പിക്കുന്നു. Isaiah 44:27, who says to the deep, be dry and I will dry up your rivers. പിന്നെ താമസിച്ചില്ല, സൈറസ് ദ ഗ്രേറ്റ് ഒരു കാര്യം ചെയ്തു. ആ യൂഫ്രട്ടീസ് നദിയിൽ നിന്നും കൈത്തോടുകൾ ഉണ്ടാക്കി അതിന് ഇരുവശങ്ങളിലുള്ള ചതുപ്പ് നിലകളിലേക്ക് ഈ വെള്ളം ഒഴുകുവാൻ തക്കമുള്ള സംവിധാനം ഉണ്ടാക്കി. So what Cyrus did was, from the big river, Cyrus created small canals so that water can flow through the small canals. ഈ പേർഷ്യൻ സൈന്യം ഈ വൻമതിലിന് മുമ്പിലുണ്ടെന്ന് അറിഞ്ഞിട്ടും അതിനുള്ളിലുള്ള ബാബിലോണിയര് അവർക്കതൊരു വിഷയമല്ലായിരുന്നു. അവർ ആഘോഷിച്ച് ജീവിക്കുകയായിരുന്നു. Even though the people living in the Babylon knew there was a Persian soldier standing against them, but they did not care about it. അവർക്ക് വളരെ ഉറപ്പുണ്ടായിരുന്നു, അത് മറ്റൊന്നുമല്ല, 80 അടി ഉയരവും 25 അടി വീതിയുമുള്ള ഒരു വൻമതിലിനെ തകർത്ത് അകത്ത് കയറുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല. Because the people knew that nobody could ever conquer the big walls of big city. അവസാനം നിർണായകമായ ആ രാത്രി BC 539 ഒക്ടോബർ 12, The night of October, when in BC 539, ഹെറോഡോട്ടസ്, സെനോഫോൺ എന്നീ പ്രശസ്തരായ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്, there was a historian named Herodotus. പേർഷ്യക്കാർ യൂഫ്രട്ടീസ് നദിയുടെ ഒഴുക്ക് തിരിച്ചുവിട്ട് നദീതടത്തിലൂടെ അവർ നഗരത്തിലേക്ക് പ്രവേശിച്ചു. The Persian army tried to divert the river from the big river into the small canals. ഞാൻ പറയട്ടെ, ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായ സത്യങ്ങളെ ചരിത്രം പിന്താങ്ങിക്കൊണ്ടിരിക്കുകയാണ്. So what I am saying is the word of God, what is written in the word of God, it was done in the history. വെള്ളം കുറഞ്ഞു മുട്ടറ്റോളമായപ്പോൾ ആ സൈന്യവും സൈറസിന്റെ നേതൃത്വത്തിൽ ആ നദിയിലൂടെ മുൻപോട്ട് നീങ്ങുകയാണ്. When the water started to lower down to reduce, the army started to pass through that river. പക്ഷേ അവരെ തടഞ്ഞുകൊണ്ട് റിവർ താമ്ര ഗേറ്റുകൾ അവിടെ നിൽക്കുകയാണ്. Even though there was no more water, but there were still the bronze gates standing in front of them. പക്ഷെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദാനമുണ്ട്. യെശയ്യാവ് 45 2-ാം വാക്യം, ഞാൻ നിനക്ക് മുൻപായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. But for that there was another word of God in Isaiah 45 verses 2. I will go before you and make the crooked places straight. I will break in pieces the gates of bronze and cut the bars of iron. മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണ്. The thing that was impossible for man was possible by God. അവർ നോക്കിയപ്പോൾ ആ നദിയിൽ ഉണ്ടായിരുന്ന സകല താമ്ര ഗേറ്റുകളും തകർത്ത് തരിപ്പണമായി കിടക്കുന്നതായ അവസ്ഥ. When they were going towards that gate, what they saw was the gates were already destroyed. ഇനിയും അടുത്തത് നഗരത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ വൻമതിലിന്മേൽ കാണുന്നതായ താമ്രവാതിലുകൾ തുറക്കപ്പെടണം. Another thing was to pass through those gates. There was another big gates built with bronze that needs to be opened. യെശയ്യാവ് 45 1-2 വാക്യത്തിൽ നാം വായിക്കുന്നു, യഹോവ തന്റെ അഭിഷക്തനായ കോരേശിനോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. In Isaiah chapter 45 verses 1 and 2, when we say, thus says the Lord to his anointed, to Cyrus whose right hand I have held, to subdue nations before him and loose the armors of king, to open before him the double doors. പ്രിയ ദൈവജനമേ, ഈ പകൽക്കാലം ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. നീ ആരായിരുന്നാലും, നീ എവിടെയുള്ള വ്യക്തിയായിരുന്നാലും, ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, സ്വർഗത്തിലെ ദൈവം നിന്റെ
വലം കൈ പിടിച്ചാൽ വലം കരത്തെ പിടിച്ചു കഴിഞ്ഞാൽ എത്തേണ്ട സ്ഥാനത്ത് എത്തുന്നത് വരെയും അവിടുത്തെ കൃപ നിന്നോട് കൂടെ വ്യാപരിച്ചു കൊണ്ടിരിക്കും. I just want to tell you one thing, wherever you are, whatever you are going to do, if the Lord God has held your right hand, He will take you to where He needs you to be. ഈ താമ്രവാതിൽ പ്രഭാതത്തിൽ തുറക്കും, സന്ധ്യാസമയത്ത് അത് അടയ്ക്കണമെന്നുള്ളത് രാജകൽപ്പനയാണ്. These bronze gates were supposed to open during the morning, and by the evening it needs to be shut down. പക്ഷെങ്കിൽ സൈറസിന്റെ സൈന്യം മുൻപോട്ട് നീങ്ങിയപ്പോൾ അവിടെയും അവർക്ക് അത്ഭുതം കാണുവാൻ കഴിഞ്ഞു. ഈ അടച്ചു കിടക്കേണ്ടതായ താമ്രവാതിലുകളെല്ലാം അതിന്റെ പാളികൾ മാറി തുറന്നു കിടക്കുകയാണ്. When the Persians, when the army was moving towards it, it was the time when the gate was supposed to be shut, but the gates were still opened. ഞാൻ പറഞ്ഞതായി ഡേറ്റ് മറന്നു പോകരുത്. BC 539 October 12. Do not forget the date, BC 539 October 12th. ഈ ഡേറ്റ് ഇലാണ് ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തെ സംഭവം നടക്കുന്നത്. That is the same date that we see an incident happening in Daniel chapter 5 verses 30. ബേൽശസ്സർ രാജാവ് 1000 മഹത്തുക്കൾക്ക് വേണ്ടി ഒരുക്കിയതായ ആ വലിയ വിരുന്നിൽ നുരഞ്ഞു പതയുന്നതായ വീഞ്ഞ് അവിടെ ഒഴുകുകയുണ്ടായി. There was a feast conducted by King Belshazzar where the wine was overflowing. എന്താണ് അവിടെ സംഭവിച്ചത്? കാവൽക്കാരെല്ലാം ഗാഢനിദ്രയിലായി പോയി. What happened there? All the soldiers went asleep. വാതിലുകൾ അടയ്ക്കുവാൻ തക്കവണ്ണം അവർ സുബോധത്തിലായിരുന്നില്ല. They were not in a conscience to close those doors. ഒന്നുകിൽ ഈ വീഞ്ഞു പാനം ചെയ്ത് അവർക്ക് സുബോധം നഷ്ടപ്പെട്ടു. Either they drank those wine and they fell asleep and lost their conscience. അല്ലെങ്കിൽ ദൈവം അവർക്ക് ഗാഢനിദ്ര വരുത്തി. Or God made them fell asleep. പക്ഷെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, വാതിലുകൾ അദൃശ്യമായ കരങ്ങൾ കൊണ്ട് അവർക്ക് വേണ്ടി തുറക്കപ്പെടുവാൻ തക്കവണ്ണമിടയായി. But there was one thing, those big gates were already opened by God for them. ഞാൻ ആ പറഞ്ഞ ഡേറ്റിൽ സംഭവിച്ച നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. ദാനിയേൽ 5:30 ആ രാത്രിയിൽ തന്നെ കൽദേ രാജാവായ ബേൽശസ്സർ കൊല്ലപ്പെട്ടു. And we read in the Daniel chapter 5 verses 30, the same night that king died. ഇത്ര വലിയൊരു സാമ്രാജ്യത്തിന്റെ ആ പ്രധാന സ്ഥാനം, സിരാകേന്ദ്രം, ഒരു തുള്ളി രക്തം ചൊരിയാതെ, ഒരു പണികളും നശിപ്പിക്കാതെ, ആർക്കും ഒരു ചിന്താക്കുഴപ്പം ഉണ്ടാക്കാതെ സൈറസ് ബാബിലോണിനെ കീഴടക്കുവാൻ തക്കവണ്ണമിടയായി. Without even killing anybody or shedding any blood, Cyrus and his people entered the big city of Babylon. ലോക ചരിത്രത്തിൽ ഇതുപോലെ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് കാണുവാൻ തക്കവണ്ണം കഴിയും. In the history there is no ever incident that happened such way. എന്തുകൊണ്ടാണ് സംഭവിച്ചെന്നറിയാമോ? അതിനു പിൻപിൽ പ്രവർത്തിച്ചത് സിംഹാസനത്തിൽ ഇരിക്കുന്ന അത്യുന്നതനായ ദൈവത്തിന്റെ കരങ്ങൾ. Why did that happen in such a way? Because there is a Lord that is sitting on the highest throne. സൈറസ് തന്റെ പൂർവികരുടെ ദേവന്മാരെ അഹൂറ മസ്ദ, അതുപോലെ തന്നെ അഗ്നിജ്വാലകളെ, അഗ്നിയുടെ ആത്മാക്കളെയും ആരാധിച്ചിരുന്ന ഒരു അന്യജാതിക്കാരനായ അന്യാരാധനക്കാരനാണ്. There was a time when there is a time when Cyrus, who does not know God, he used to worship other gods, the god of fire and other gods. എന്നാൽ ദൈവവചനത്തിൽ സൈറസ് ബാബിലോൺ കീഴടക്കി നാം കാണുന്നുണ്ട്. But we see Cyrus conquered the city of Babylon. എന്നാൽ അവിടെ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു സുപ്രധാനമായ സംഭവം ചരിത്രത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. But there's another bigger thing that happened which is written in Bible. സൈറസ് ദ ഗ്രേറ്റ് ആ മഹാരാജാവായി അവിടെ ചെന്നെത്തി തരുന്നപ്പോൾ അദ്ദേഹം ഒരു വ്യക്തിയെ അന്വേഷിച്ചു. When Cyrus the Great reached there as a king, he asked for one person. കാരണം ആ വ്യക്തി ഒരു പ്രത്യേക വ്യക്തിത്വമുള്ള ഒരാളായിരുന്നു. He was looking for one of a person who was a good person in sight of Cyrus. ആ ദിവസങ്ങളിൽ ഒന്നിൽ സൈറസിന്റെ ആഹ്വാനപ്രകാരം കുറെ തോൾ ചുരുളുകളുമായി വയോധികനായ ഒരു മനുഷ്യൻ അവൻ ഇരിക്കുന്ന സ്ഥാനത്തേക്ക് കടന്നു വന്നു. During that time there was an elderly a person who was suffering from a disease came to him. പ്രശസ്ത ചരിത്രകാരനായ ഫ്ലേവിയസ് ജോസീഫസ് തന്റെ ആന്റിക്വിറ്റീസ് ഓഫ് ദ ജ്യൂസ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് ആ സൈറസ് ദ ഗ്രേറ്റിന്റെ മുൻപിലേക്ക് കടന്നു വന്നത് ദാനിയേൽ പ്രവാചകനായിരുന്നു. In another book we read in history that the person who came in front of Cyrus was Daniel. ഈ പ്രശസ്തരായ ഈ ചരിത്രകാരന്മാരുടെ ആശയങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഏറ്റവും വിശ്വസ്തയോടുകൂടി
ഞാൻ ആ ഭാഗങ്ങൾ സമയ ചുരുക്കം കൊണ്ട് ഞാനൊന്ന് സംക്ഷിപ്തമാക്കി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. Reading all those, the history, the books of history which I read, I just want to summarize few things. സൈറസ് ദ ഗ്രേറ്റും ദാനിയേലും പരസ്പരം പരിചയപ്പെട്ടു. The Cyrus the Great and Daniel met each other. അതിനുശേഷം ദാനിയേൽ ഇപ്രകാരം പറഞ്ഞു, And Daniel said this way, തിരുമനസ്സേ, അങ്ങയെ കുറിച്ച് അങ്ങ് ജനിക്കുന്നതിനു മുൻപേ എനിക്കറിയാമായിരുന്നു. O Lord, my master, I know about you before you were born. സൈറസ് രാജാവ് അത്ഭുത പരതന്ത്രനായി. On listening, when he heard that, Cyrus got astonished. ദാനിയേൽ പറഞ്ഞു, അങ്ങേക്കറിയുമോ അടിമത്തത്തിന്റെ നീണ്ട 70 വർഷങ്ങൾ ഞങ്ങൾ ഒഴുക്കിയതായ കണ്ണുനീർ. Daniel said, Lord, do you know the 70 years that where we shed tears? കഴിഞ്ഞ 7 പതിറ്റാണ്ടുകൾ ഓരോ ദിവസവും യെരുശലേമിന് നേരെ എന്റെ കിളിവാതിൽ തുറന്ന് 3 പ്രാവശ്യം പതിവായി മുട്ടുകുത്തി കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. For 7 decades, I have been opening my window towards Jerusalem and kneeling down and praying. BC 539 ഒക്ടോബർ 12 എന്ന് പറയുന്നത് 70 അടിമത്തത്തിന്റെ 70ാമത്തെ വർഷമാണ്. In BC 539, October 12th, അങ്ങയുടെ സൈന്യവുമായി ഇവിടെ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. I knew you would be coming with your army to Babylon on that day. ഒരു വാക്യം നമുക്കൊന്ന് വായിക്കാം. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 10-ാം വാക്യം. Let's turn our attention to Daniel chapter 6 verses 10. Now when Daniel knew that the writing was signed, he went home, and in his upper room with his windows open towards Jerusalem, he knelt down on his knees 3 times that day and prayed and gave thanks before God, as was his custom since early days. നമ്മളൊക്കെ ആണെങ്കിൽ ഒരു വിഷയമുണ്ടെങ്കിൽ ഒരാഴ്ച പ്രാർത്ഥിക്കും, 2 ആഴ്ച പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ 1 മാസം പ്രാർത്ഥിക്കും, 1 വർഷം പ്രാർത്ഥിക്കും, 2 വർഷം പ്രാർത്ഥിക്കും, പിന്നെ നമ്മൾ തളർന്നു പോകും. If we have any issues or in our life, we will be praying for a day, 2 days, 1 week, 2 months, or 1 year or 2 years. എന്നാൽ ഇവിടെ ഒരു ഭക്തൻ യെരുശലേമിന് നേരെ കിളിവാതിൽ തുറന്നിട്ടുകൊണ്ട് അവിടേക്ക് നോക്കിക്കൊണ്ട് നിറഞ്ഞ കണ്ണുകളോടെ കഴിഞ്ഞ 70 വർഷക്കാലം ശ്രദ്ധയോടെ പ്രാർത്ഥിച്ച ഭക്തനായ ദാനിയേൽ. But we read about a person, Daniel, who was praying and on his knees towards Jerusalem for last 70 years. സൈറസ് രാജാവിനോട് ദാനിയേൽ പറഞ്ഞു, ജീവിതത്തിൽ സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും മുടക്കം വരുത്തിയിട്ടില്ല. Daniel said to Cyrus the Great that whatever happens in my life, I still pray to God. കാരണം എൻ്റെ ദൈവത്തിന്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും ഞാൻ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കി. So because from the Holy Bible, from the word of God, I realized one thing. യെരമ്യാവ് 29-10 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 70 സംവത്സരം പൂർത്തിയാകുമ്പോൾ തന്റെ ജനത്തെ അവൻ അവരുടെ പിതാക്കന്മാരുടെ ദേശത്തെ മടക്കി കൊണ്ടുവരുമെന്നുള്ളത് ദൈവം നൽകിയ വാഗ്ദാനമാണ്. In Jeremiah chapter 29, we read that God will fulfill the word of God and bring the people to the land of their fathers. ദാനിയേലിനെ ക്ഷീണിച്ചു പോകാതെ പ്രാർത്ഥിക്കുവാൻ ബലപ്പെടുത്തിയത് തീപ്പരി പ്രസംഗമല്ല, സംഗീത ശുശ്രൂഷയല്ല, അത്ഭുത രോഗശാന്തിയല്ല, എന്നാൽ മാറ്റമില്ലാത്തതായ ദൈവവചനവുമായിട്ടുള്ള അവന്റെ ബന്ധമാണ് അവന്റെ ഹൃദയത്തിൽ ഉറപ്പിച്ചത്. 70 വത്സരം പൂർത്തിയാകുമ്പോൾ തന്റെ ജനത്തെ വിടുവിക്കുവാൻ സൈറസ് രാജാവിനെ ദൈവം ഇവിടേക്ക് അയക്കും. It was not a fiery message or sermon or his worship, but it was the relationship of Daniel with the God that enabled the Cyrus to conquer the Babylon. ഈ പ്രവചനങ്ങളെല്ലാം ഞാൻ വീണ്ടും ആവർത്തിക്കുവാൻ തക്കണം താല്പര്യപ്പെടുന്നില്ല. ഇതൊക്കെയും തോൽ ചുരുളുകളിലൂടെ സൈറസ് രാജാവിനെ ദാനിയേൽ കാണിക്കുവാനിടയായി. And all these things shows what Daniel thought about Cyrus the king conquering the Babylon. അതിലൊരു വാക്യം മാത്രം ഞാൻ വായിക്കട്ടെ. യെശയ്യാവ് 44-28 വാക്യം, കോരേശ് എന്റെ ഇടയൻ, അവന്റെ എന്റെ ഹിതമൊക്കെയും നിവർത്തിക്കുമെന്നും യെരൂശലേം പണിയപ്പെടും, മന്ദിരത്തിന് അടിസ്ഥാനമിടുമെന്ന് ഞാൻ കൽപ്പിക്കുന്നു. As we read in Isaiah 44:28, who says of Cyrus, he is my shepherd, and he shall perform all my pleasures, saying to Jerusalem, you shall be built, and the temple shall be laid, foundation shall be laid. ദാനിയേലിന്റെ വാക്കുകൾ കേട്ട് അത്ഭുത പരതന്ത്രനായി അസ്തപ്രജ്ഞനായി ഇരിക്കുകയാണ് സൈറസ് ദി ഗ്രേറ്റ്. Listening to Daniel, the Cyrus the Great is astonished. ഒരു വാക്യം കൂടി ഞാൻ വായിക്കട്ടെ. യെശയ്യാവ് 45-13 വാക്യം. You need to read Isaiah 45 verses 13. ഞാൻ നീതിയിൽ അവനെ ഉണർത്തിയിരിക്കുന്നു, അവന്റെ വഴികളൊക്കെയും ഞാൻ നിരപ്പാക്കും, അവൻ എന്റെ നഗരം പടിയും, വിലയും സമ്മാനവും വാങ്ങാതെ
അവൻ എൻ്റെ പ്രവാസികളെ വിട്ടയക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. I have raised him up in righteousness. I will direct all his ways. He shall build my city and let my exiles go free, not for the price nor reward, says the Lord of hosts. അവിടെ വെച്ച് സൈറസ് ദ ഗ്രേറ്റ് ഒരു തീരുമാനമെടുത്തു. Cyrus the Great decided to do one thing. ഇസ്രായേൽ ജനത്തെ അടിമത്തത്തിൽ നിന്നും അവരെ മോചിപ്പിക്കുക മാത്രമല്ല എൻ്റെ ദൗത്യം. It is to redeem the people of Israel is not only my desire. യെരൂശലേം പണിയപ്പെടണം, അതുപോലെ തന്നെ യെരൂശലേം ദേവാലയത്തിന് അടിസ്ഥാനമിടണം. It is also my desire to rebuild the city of Jerusalem and Judah. ആ കോൺവെർസേഷൻ മുഖേന സൈറസ് ദ ഗ്രേറ്റിനുണ്ടായ മാറ്റം എസ്ര പ്രവചനം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ളതായ വാക്യങ്ങൾ ആർക്കെങ്കിലും ഒന്ന് വായിക്കാം. After the conversation with Daniel, Cyrus the Great, we see what happened in Ezra chapter 1 verses 1 to 3. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നാം കാണുന്നത് ഈ അഹൂറ മസ്ദി, അതുപോലെ അഗ്നിയുടെ ആത്മാക്കൾ തുടങ്ങി അന്യാരാധന നടത്തുന്ന ആ വ്യക്തി പറയുകയാണ്, സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളും എനിക്ക് തന്നിരിക്കുന്നു. We see here the person who was worshiping other gods is declaring here, the Lord of hosts has enabled me to take over many nations. രണ്ടാമത് യഹൂദയിലെ യെരൂശലേമിൽ അവന് ഒരാലയം പണിയുവാൻ എന്നോട് കൽപ്പിച്ചുമിരിക്കുന്നു. And he has commanded me to build him a house at Jerusalem in Judah. അപ്പോൾ സൈറസ് രാജാവ് തീരുമാനിച്ചു, നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, സൈറസ് രാജാവ് തീരുമാനിച്ചു, ഞാൻ ഒരു സമ്മാനവും വാങ്ങാതെ അരക്കാശ് അതിന് കൂലി പറ്റാതെ അവരെ ഇവിടെ നിന്ന് അയക്കുക മാത്രമല്ല, യെരൂശലേം നഗരങ്ങളെ പണിയുവാൻ തക്കവണ്ണം ദേവാലയം പുനർനിർമ്മിക്കുവാനുള്ള സകല ചെലവും സൈറസ് ഏറ്റെടുക്കുവാൻ തീരുമാനിച്ചു. So Cyrus the Great decided, I'll not only redeem the Israel people for anything without asking any treasures, but I will also build the houses of Jerusalem and in Judah. ബാബിലോണിലുള്ള താല്പര്യമുള്ള സ്വദേശികളായ വ്യക്തികൾക്ക് അതിൽ സഹായിക്കാം. ബാക്കിയുള്ള സകല ചെലവും റോയൽ ട്രഷറിയിൽ നിന്നും സൈറസ് ദ ഗ്രേറ്റ് സംഭാവനയായി നൽകിയതാണ്. Anybody in the people of Babylon can contribute for that, but everything else will be taken from the treasury of Roman Empire. അന്യാരാധനക്കാരനായ സൈറസ് ദ ഗ്രേറ്റിന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുവാനിടയായത്? How did Cyrus the Great, a person who used to worship other gods, declares these things? സദൃശ്യവാക്യങ്ങൾ 21-ാം അധ്യായം 1-ാം വാക്യം, രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ വെള്ളച്ചാലുകൾ പോലെയാകുന്നു, അവൻ അതിനെ താൻ ഇച്ഛിക്കുന്നിടത്തേക്ക് നടത്തുന്നു. Proverbs 21:1, the king's heart is in the hand of the Lord, like the rivers of water, he turns it wherever he wishes. യെരൂശലേമിന് നഷ്ടപ്പെട്ട, യഹൂദ്യയ്ക്ക് നഷ്ടപ്പെട്ട സകലതും, ദേവാലയത്തിലെ 5400 പാത്രങ്ങളും അതുപോലെ ഉപകരണങ്ങളും സ്വർണവും വെള്ളിയും കൊണ്ട് നിർമ്മിച്ചതായ ഉപകരണങ്ങളൊക്കെയും രാജാവ് മടക്കി കൊടുക്കുവാൻ തക്കവണ്ണമിടയായി. Whatever was lost in Jerusalem and in Judah, every treasure was being given back and was redeemed back to them. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. I am concluding my words. ഒരു കാലത്ത് അടിമകളാക്കി അവരെ പിടിച്ചു കൊണ്ടുവന്നിരിക്കുമ്പോൾ ബാബേൽ നദിയുടെ തീരത്ത് ഇരുന്ന് യെരൂശലേമിനെ ഓർത്ത് കരഞ്ഞ ഒരു വിഭാഗമാണിത്. There was a time when these people were in the exile, and these people, when they came from the exile, were sitting at the bank of the river of Babylon and crying. ഞങ്ങൾ അന്യദേശത്ത് സിയോൻ ഗീതങ്ങൾ പാടുന്നത് എങ്ങനെ എന്ന് ഹൃദയം തകർന്ന് വിലപിച്ചവരാണവർ. How do we sing of the mercies of God in another country? That is what they were crying. എന്നാൽ അവർ മടങ്ങി പോകുകയാണ്. 126-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. But the people, those who were crying, are now being brought back, as we read Psalms 126. When the Lord brought back to captivity of Zion, we were like those who were dreaming. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും
ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. Our mouths was filled with laughter and our tongues with singing. Then they said, among the nations, the Lord has done great things for them. ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, നമ്മുടെ ചിന്തകൾക്കും വിചാരങ്ങൾക്കും അപ്പുറത്തായിട്ട് സ്വർഗത്തിലെ ദൈവം ഒരു കാലത്ത് നാം ആയിരുന്ന താഴ്ചയുടെ സ്ഥാനത്ത് നിന്നും ഉയർത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് നമ്മിൽ എത്ര പേർക്ക് ഏറ്റുപറയുവാൻ കൊണ്ട് കഴിയും? How many of us can say this together this today, that the Lord God who had brought us this far, who has enabled, who has done miracles in our life, can we say this together? Can we say this today, that he will help us today as well? നഷ്ടങ്ങളുടെ പട്ടിക എണ്ണി എണ്ണി കരഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം കഴിഞ്ഞ കാലങ്ങളിൽ ലാഭങ്ങളെ നൽകി ജയോത്സവമായി വഴി നടത്തിയ ദൈവത്തിന് നമ്മുടെ അധരങ്ങളെ തുറന്ന് എത്ര പേർക്ക് സ്തുതിക്കുവാൻ കൊണ്ട് കഴിയും? Stop counting the losses that you have faced in your life, but start counting the miracles, the blessing that he has done in your lives. സൈറസ് രാജാവിന്റെ കരുണയിൽ നൂറുകണക്കിന് സംഘങ്ങൾ യെരുശലേമിലേക്ക് യാത്രയാകുകയാണ്. By the grace of the Cyrus the Great, there are many people that are going back to Jerusalem. അവസാനത്തെ വണ്ടി അവിടെ നിന്ന് നീങ്ങുമ്പോൾ അതിന്റെ പിൻപിൽ നിന്നുകൊണ്ട് നിറഞ്ഞ കണ്ണുകളോടെ കൈവീശി യാത്ര പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. When the last batch of people was going back to Jerusalem, there was one man who was waving towards Cyrus. അതായത് അത് മറ്റാരുമല്ല, വയോധികനായ ഭക്തനായ ദാനിയേൽ. It was no other man. It was Daniel who was not well. തനിക്ക് യാത്ര ചെയ്യുവാനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നില്ല. He did not have the strength to travel. പക്ഷേ കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോഴും സന്തോഷത്തോടെ തനിക്ക് ഓർക്കുവാൻ കഴിഞ്ഞു, കഴിഞ്ഞ ദീർഘവർഷം നിറഞ്ഞ കണ്ണുകളോടെ ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി എൻ്റെ ജനത്തെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച ദൈവത്തിന് സ്തോത്രം. Even though he was crying, he was happy because the last 70 years what he was praying, God has answered his prayer and getting us back to Jerusalem. ഒരു വാക്യം വായിച്ചുകൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. Let me end my words with one more verse. Isaiah chapter 32 verse 17. അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായതൊന്നുമില്ല. Isaiah 32:17. Lord God, you created everything by your might. It is nothing impossible for you. ഈ പകൽക്കാലം ദൈവജനമേ, നമ്മിൽ എത്ര പേർക്ക് ആ മുഖത്തേക്ക് നോക്കി ഏറ്റുപറയുവാൻ കഴിയും? മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ ദൈവമേ, നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. This morning, how many of us can say, Lord God, the Lord, you have made heavens and earth, you have great power and outstretched arm, there is nothing hard for you. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. By these words, may the Lord God help and bless each one of us.